സംഗതി ഒരു കിടു സാമ്പാറാട്ടോ. അപ്പോൾ അതിന് വേണ്ട പരിപ്പിനെ കഴുകി വൃത്തിയാക്കി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നല്ലോണം വേവിച്ച് മാറ്റിയ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളെയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേണ്ട പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്ക് നല്ലോണം ചട്ടിക്കകത്തിട്ട് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറുന്നേടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് പുളിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കട്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുക. അവസാനമായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുകും ഉലുവയും പൊട്ടിയ ശേഷം അതിലേക്ക് വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ മുകളിലേക്ക് നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വെതറിയാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. നമ്മുടെ കിടു സാമ്പാർ ടേബിളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.